വണ്ടി Volkswagen പോളോ ആണ്. പോളോ ഡീസലാണ് വണ്ടി. ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ സർവീസാണ്, 1 lakhന്റെ സർവീസാണ്. അതുകൂടാതെ ABSന്റെ വാർണിംഗ് ലൈറ്റ് ഇതിനകത്ത് തെളിയുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം. ഇതിന്റെ മെയിനായിട്ട് പോളോയ്ക്ക് വരുന്ന കംപ്ലൈന്റ് ആണ്, പെട്ടെന്ന് തന്നെ ഇതിന്റെ ABSന്റെ സെൻസർ ഫോൾട്ടായി പോകും. അപ്പോൾ അത് ഏതാണെന്ന് നോക്കിയിട്ട് നമുക്കത് മാറാം. പിന്നെ 1,00,000 കിലോമീറ്റർ സർവീസിൽ നമുക്ക് അതിന്റെ ഡീസൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, അങ്ങനെയുള്ള ഫിൽറ്റേഴ്സ് എല്ലാം മാറണം. അതുപോലെ തന്നെ ടൈമിംഗ് ബെൽറ്റും അതിന്റെ വാട്ടർ പമ്പും കൂടെ നോക്കിയിട്ട് അതും കൂടെ മാറ്റി വിടണം. അപ്പോൾ 1 lakhന്റെ സർവീസാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. അതുപോലെ നമുക്ക് ABSന്റെ സ്കാൻ ചെയ്തിട്ട് അത് ഏത് സെൻസറാണ് പോയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ സ്കാൻ ചെയ്തതിൽ ഇത് കണ്ടോ, ലെഫ്റ്റ് റിയർ ABS വീൽ സ്പീഡ് സെൻസർ എന്നാ കാണിക്കുന്നത്. മെക്കാനിക്കലി മാൽഫാക്ഷൻ എന്നാണ് കാണിക്കുന്നത്. മേ ബി അതിൻ്റെ വീലും കംപ്ലൈൻ്റ് ആവാം കേട്ടോ. സെൻസറിൻ്റെ അല്ലാതെ വീലും കംപ്ലൈൻ്റ് ആവാം. എന്തായാലും റിയർ ലെഫ്റ്റ് സൈഡിലെ മറ്റേ ABS സെൻസറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അവിടെ നിന്നാണ് റീഡിങ് കിട്ടാത്തത് റിയറിൽ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അതിൻ്റെ വീല് റീഡാവുന്ന ABS റീഡാവുന്ന വീലിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് നമുക്കിപ്പോൾ റിയറിലെ ലെഫ്റ്റ് വീലിലെ സ്പീഡ് സെൻസറായിരുന്നു കംപ്ലൈൻറ്റ് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അഴിച്ചതിന് ശേഷം അതിൻ്റെ സെൻസറിൻ്റെ ഭാഗത്ത് മൊത്തം ഗ്രീസായിട്ട് നല്ല കട്ട ചളിയായിട്ടിരിക്കുകയായിരുന്നു. ആ സെൻസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിൻ്റെ ഒരു സ്റ്റീലിൻ്റെ അകത്ത് മൊത്തം ചളിയായിട്ടിരിക്കുകയായിരുന്നു. അത് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഹബ്ബ് തിരിച്ച് കയറ്റിയിട്ട് റീഡിങ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അത് തിരിക്കും നമുക്കിവിടെ ടെസ്റ്ററിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും. കണ്ടില്ലേ, ഇത് ലെഫ്റ്റ് റിയർ വീൽ സ്പീഡ് സെൻസറിനെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. തിരിക്കും അല്ലേ, അവിടെ തിരിക്കുമ്പോൾ കറക്റ്റ് റീഡിങ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇത്ര മൈൽ പെർ ഹവറിൻ്റെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. കണ്ടില്ലേ, കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ആ ഡസ്റ്റ് അടങ്ങിയതിൻ്റെയാണ് ആ കംപ്ലൈൻറ്റ്. എന്തിന് നമുക്ക് ആ സെൻസറിൻ്റെ അവിടെ ചെറിയൊരു ഡാമേജും ഉണ്ട്. ആ സെൻസറും കൂടെ നമുക്കത് മാറിവിടാം. എന്തായാലും മാറിയാൽ തന്നെ അത് പക്ക ക്ലിയർ ആവുള്ളൂ വർക്ക്. അപ്പോൾ ഇതിനകത്ത് ആ ഡസ്റ്റ് കയറിയത് കൊണ്ടാണ് ആ റീഡിങ് കറക്റ്റ് കിട്ടാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് റിയർ റൈറ്റിലാണ് ഈ കാണുന്നത്, കണ്ടില്ലേ, അതും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ്. ഇത് റൈറ്റ് ഫ്രണ്ടാണ്, അതും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി അപ്പുറത്ത് ഇറങ്ങുന്നു. ഇതിലും കറക്റ്റ് വരുന്നുണ്ട്. പക്ഷെ ഇതിലൊരു ഫോൾട്ട് വരുന്നത് ലെഫ്റ്റ് ഇറക്കുമ്പോൾ റൈറ്റിൽ റീഡിങ് കയറി വരുന്നുണ്ട്. ആണല്ലേ, അത് കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ റീഡിങ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പുറത്ത് ഒന്നുകൂടെ കിടക്ക്. ഫ്രണ്ടിൽ കിടക്കുമ്പോൾ 2 റീഡിങ് കയറി വരിക, അത് കുഴപ്പമില്ല, രണ്ടും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ആ റിയറിലെ ലെഫ്റ്റ് സൈഡിലെ സെൻസർ മാത്രം ഒന്ന് അക്കോർഡ് വന്ന അവസ്ഥയ്ക്ക് ആ സെൻസർ മാത്രം ഒന്ന് മാറിവിടാം. അപ്പോൾ പോളോന്റെ നമ്മുടെ 1 lakhന്റെ സർവീസ് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ടൈമിംഗ് ബെൽറ്റ് മാറിയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ടൈമിംഗ് കവർ അഴിച്ചു നോക്കുമ്പോൾ അതിൽ കിടക്കുന്ന ബെൽറ്റ് പുതിയ ബെൽറ്റാണ്. അപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ബില്ലൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് 80,000 കിലോമീറ്ററിൽ ടൈമിംഗ് ബെൽറ്റ്, വാട്ടർ പമ്പ്, അതിൻ്റെ പുള്ളികൾ, ടെൻഷനർ എല്ലാം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അത് വോൾക്സ്വാഗനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ടൈമിംഗ് ബെൽറ്റും അതിൻ്റെ ഡീസൽ ഫിൽറ്ററും ഒന്നും മാറിയിട്ടില്ല. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഗിയർ ഓയിൽ, എഞ്ചിൻ ഓയിൽ, കൂളന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് നേരത്തെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ABSന്റെ വാർണിംഗ് ലൈറ്റ് കത്തുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABS റിയർ ലെഫ്റ്റ് സൈഡ് വീല് മെക്കാനിക്കൽ ഫോൾട്ട് എന്നാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിന് മുന്നും ഈ സർവീസിന് വരുന്നതിന് മുന്നും നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കിട്ടിയിരുന്നത് ABS സെൻസർ. ആ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എടുത്തു നോക്കിയപ്പോൾ അതിൽ ABS സെൻസർ ഫോൾട്ട് എന്നാണ് കംപ്ലൈന്റ് കാണിച്ചിരുന്നത്. എന്നാൽ നമ്മൾ ഇതിൽ മെക്കാനിക്കൽ ഫോൾട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വീൽ ബാരിങ്ങിൽ വരുന്ന ആ സെൻസറിന്റെ എന്തെങ്കിലും ഫോൾട്ട് ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത്. അതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ ഹബ്ബ് അഴിച്ചു നോക്കിയപ്പോൾ ആ ഹബ്ബിൽ നിറയെ ഡസ്റ്റ് ആയിരുന്നു. നിറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 mm തിക്നെസ്സിൽ ഡസ്റ്റ് കയറിയിരിക്കുകയായിരുന്നു അതിനകത്ത്. ആ കയറിയിരിക്കുന്ന സമയത്ത് ഒരിക്കലും ABSന്റെ സെൻസർ എത്രത്തോളം സ്പീഡ് സെൻസ് ചെയ്യുന്നുള്ളത് സെൻസർ റീഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് ആ ഫോൾട്ട് വന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗം ക്ലിയർ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് പക്കയാക്കി വീലിട്ടിട്ട് തിരിച്ചു നോക്കുമ്പോൾ റീഡിങ് കറക്റ്റായിട്ട് വന്നു. അതിന് മുന്നേ തിരിച്ചു നോക്കുമ്പോൾ റീഡിങ് ഇല്ലായിരുന്നു. അപ്പോൾ ആ പക്ക മറ്റേ ബെയറിങ്ങിന്റെ ആ സെൻസറിന്റെ ഭാഗം വരുന്ന മാഗ്നറ്റ് വരുന്ന ഭാഗത്ത് കംപ്ലീറ്റും നമ്മൾ തുണിയിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് ഈ പക്കയാക്കിയിട്ട് ഇട്ടപ്പോൾ അത് റീഡിങ് ഓക്കെ. എന്നാൽ ഇതിന് മുന്നേ നേരത്തെ ഒരു റിപ്പോർട്ട് വന്നത് കൊണ്ട് അതിന്റെ ABS സെൻസറും കൂടെ നമ്മൾ മാറി. എന്താണെന്ന്
വെച്ച് കഴിഞ്ഞാൽ ഇനി അന്ന് ഒന്നും ചെയ്യാതെയാണ് പോയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അത് എന്താണെന്നുള്ളത് മാത്രം ചെക്ക് ചെയ്തിട്ടാണ് പോയത്. സർവീസിന് വിടുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ഈ ബെയറിംഗ് ക്ലീൻ ചെയ്ത് കംപ്ലൈൻറ്റ് സോൾവ് ആയി എന്ന് പറഞ്ഞ് വിട്ട് ഇനിയിപ്പോൾ നാളത്തേക്ക് സെൻസർ കംപ്ലൈൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് മോശപ്പേര്. അതുപോലെ തന്നെ കസ്റ്റമർക്കും അതൊരു തൃപ്തി ആവില്ല വർക്കിനോട്. എന്ത് ചെയ്തു എന്നുള്ളൊരു രീതിക്കാവും അതിനകത്ത്. അപ്പോൾ നമ്മൾ ആ സെൻസറും നേരത്തെ റിപ്പോർട്ട് വന്നതുകൊണ്ട് ആ സെൻസറും റിയർ ലെഫ്റ്റ് സൈഡിലെ വീലിലെ സെൻസറും അതുപോലെ തന്നെ ഹബ്ബ് വെച്ച് ക്ലീൻ ചെയ്ത് ആ ഭാഗം പക്ക ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കണം. ഇനി വേറെ എന്തെങ്കിലും സെൻസർ ഫോൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് അപ്പോഴത്തേക്കും ഓക്കെ. അപ്പോൾ ഇപ്പോൾ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10-15 കിലോമീറ്റർ ഓടിച്ച് നോക്കി യാതൊരുവിധ ബുദ്ധിമുട്ടില്ല, പ്രയാസങ്ങളില്ല. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ വീലും നമ്മൾ അതുപോലെ തന്നെ അഴിച്ചിട്ട് ഹബ്ബ് അഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നാളത്തേക്ക് ഇനി അതിൻ്റെ ഒരു കംപ്ലൈൻറ്റും കൊണ്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഫ്രണ്ടിൽ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്, നമ്മൾ ക്ലീൻ ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വർക്ക് ഏതെങ്കിലും ഫിനിഷ് ആയിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് ഓടിച്ച് നോക്കി, 10 കിലോമീറ്റർ ഓടിച്ച് നോക്കി, യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.